സംസ്ഥാനത്തെ പോളിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ്. വലിയ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നു പ്രധാനപ്പെട്ട ബൂത്തുകളിലെല്ലാം എന്നുള്ളതാണ്. രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. രാവിലെ 6:55 7:35 വോട്ട് ചെയ്യാൻ വേണ്ടി 40 മിനിറ്റ് എടുത്തില്ലേ? 40 എടുത്തുണ്ടാവില്ലേ? 40 മിനിറ്റിനടുത്ത് ക്യൂ ഉണ്ടായിരുന്നു. എന്തായാലും ജനങ്ങൾ രാവിലെ തന്നെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞാണല്ലോ, LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം ജനം ആഗ്രഹിക്കുന്നു. മലയാളിയുടെ പ്രത്യേകത ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന ജനങ്ങളാണ്. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലെ കാണാൻ പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത് പോലെയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ചിന്തിക്കുന്നത് പോലെയല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മലയാളി ചിന്തിക്കുന്നത്. കേരളത്തിൽ ഒരുമിച്ച് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന വർഷങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അത് കാണാൻ പറ്റും. 1991, 1996 ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും കേരളത്തിൽ ഒരുമിച്ചായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ തന്നെ വ്യത്യസ്ത രീതിയിൽ മുന്നണികൾക്ക് 2 ലോക്സഭയിലും നിയമസഭയിലും വോട്ട് ലഭിച്ചത് കാണാൻ സാധിക്കും. അതായത് ഒരു 100-800 വോട്ടർമാരുള്ള ഒരു ബൂത്തിൽ ഒരു 250 പേർ നിയമസഭയിൽ ചെയ്തവർക്കല്ല ലോക്സഭയിൽ ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു മാറ്റമാണ്. ഒരു മനുഷ്യൻ പോളിംഗ് ബൂത്ത് പോയാൽ ലോക്സഭയിലേക്ക് ഒരു മുന്നണിക്കും നിയമസഭയിലേക്ക് വേറെ മുന്നണിക്കും വോട്ട് ചെയ്യുന്ന സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. കേരളം എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഭരണത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. പവർ കട്ട് പുതിയ കുട്ടികൾക്ക് എന്താണെന്നറിയില്ല. ഒരു കാലം പവർ കട്ടിന്റെ കാലമായിരുന്നു UDF ഭരിക്കുമ്പോൾ. ഇന്ന് അത് എന്താന്ന് പോലും അറിയില്ല. ഈ 10 കൊല്ലം സർക്കാർ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നില്ല, മുമ്പതുണ്ടായിരുന്നു. സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഹൈടെക് ക്ലാസ് മുറികളായി ഈ 10 വർഷം സർക്കാർ സ്കൂളുകൾ മാറി. UDF ഭരിക്കുമ്പോൾ അതല്ലായിരുന്നു. സർക്കാർ സ്കൂളിൽ കുട്ടികൾ കൊഴിഞ്ഞു പോക്കുണ്ടായിരുന്നു. ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള റോഡും പാലവും കെട്ടിടവും കേരളത്തിൽ ഇന്ന് വന്നു. മുമ്പ് എന്താണ് അവസ്ഥ എന്ന് ഞാൻ പറയേണ്ടതില്ല. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇതിലെല്ലാം ഉപരി ഈ 10 വർഷം ഒരു വർഗീയ കലാപം പോലും ഈ കേരളത്തിലില്ല. മുമ്പതല്ലായിരുന്നു. ഇതൊക്കെ ജനം ചിന്തിക്കുന്നു. കേരളം ഇപ്പോൾ സേഫാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ തമ്മിലടിയില്ല, അഴിമതിയില്ല, മറ്റ് ബഹളങ്ങളില്ല, കാര്യങ്ങൾ നടക്കുന്നു. പെൻഷൻ മുടങ്ങുന്നില്ല, കുടിശ്ശിക വരുന്നില്ല, സ്ത്രീ സുരക്ഷാ പെൻഷൻ പോലുള്ള പദ്ധതികൾ വരുന്നു. അപ്പോൾ ജനക്ഷേമ പ്രവർത്തനവും വികസനവും സമാധാനവും ഇത് മൂന്നും ഒത്തുചേർന്ന ഭരണമാണ് ഈ 10 വർഷത്തെ ഭരണം. അതുകൊണ്ട് ഈ ഭരണം തുടരണം. ഇല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് കേരളം പോകുമെന്ന് ജനം ചിന്തിക്കുന്നു. അതിന്റെ ഭാഗമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമാണ് എന്നുള്ളൊരു പരാതി ഇന്നലെ ഉയർന്നിരുന്നു. അല്ല, LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. നേരത്തെ വ്യക്തി അധിക്ഷേപം, വ്യക്തി ഹത്യ, സ്ഥാനാർത്ഥി നേരിട്ടും സ്ഥാനാർത്ഥി വളഞ്ഞ വഴിയും LDF സ്ഥാനാർത്ഥിയായി എനിക്ക് നേരെ നടത്തിയതിനെതിരെ LDF പരാതി കൊടുത്തു. ഇപ്പോൾ പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കയ്യോടെ പിടിക്കുകയും പണം വാങ്ങിയ ആളുകൾ തന്നെ പരാതി കൊടുക്കുകയും ചെയ്ത വിഷയം കൊടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ പച്ചക്കള്ളം പറയുക, അസംബന്ധം പച്ചക്കള്ളം തെരഞ്ഞെടുപ്പ് പ്രചരിപ്പിക്കുക, സ്ഥാനാർത്ഥി തന്നെ പറയുക, എന്നിട്ട് അതിന് മറുപടി ഉണ്ടോ ചോദിക്കുക. മറുപടി പറഞ്ഞാൽ വിഷയ അജണ്ടയിലേക്ക് പോകും. മുഹമ്മദ് റിയാസാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കോട്ടയത്തേക്ക് ഒന്ന് പോകണം. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ല. അവിടെ നേരത്തെ G. സുകുമാരൻ നായരൊക്കെ വോട്ട് ചെയ്ത് മടങ്ങിയിരുന്നു. ശ്രീജിത്ത്, കോട്ടയത്തെ വിവിധ മേഖലകൾ, മലയോര മേഖലകളുണ്ട്,
ഗ്രാമീണ മേഖലകളുണ്ട്, നഗരപ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ എന്താണ് പോളിംഗ് ബൂത്തുകളിലെ അവസ്ഥ? വോട്ടർമാർ കൂട്ടത്തോടെ എത്തുന്നുണ്ടോ? വലിയ ക്യൂ കാണാമോ? രഞ്ജിത്ത്, പലയിടത്തും പല സാഹചര്യമാണ്. പക്ഷേ ഏതാണ്ട് എടുത്തു കഴിഞ്ഞാൽ പൊതുവെ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് കോട്ടയം ജില്ലയിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോട്ടയത്തെ ഏതാണ്ട് പ്രധാനപ്പെട്ട പല കീ വോട്ടേഴ്സും വോട്ട് ചെയ്ത് മടങ്ങുന്നു, അതിരാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തത് ജി സുകുമാരൻ നായരുടെ പ്രതികരണമായിരുന്നു. അത് ശബരിമല യുവതീ പ്രവേശനത്തിൽ വലിയ പ്രതികരണങ്ങൾ, ജനവികാരം ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു പ്രതികരണം. ഇന്നും രാവിലെ 7 മണിക്ക് തന്നെ വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെ ബൂത്തിൽ അദ്ദേഹം വോട്ട് ചെയ്യാനെത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ ബൂത്തിലാണ്. ഇവിടെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വോട്ട് ചെയ്യാനെത്തിയത്. ഈ രണ്ട് നേതാക്കളുടെയും പ്രതികരണം ഒരു പരിധിവരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രതികരണം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കഴിഞ്ഞ തവണ വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിരുന്ന സുകുമാരൻ നായർ ഇത്തവണ ഒരു ഭരണമാറ്റം വേണോ വേണ്ടയോ എന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന നിലയിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ ഉൾപ്പെടെ അത് അന്വേഷിക്കുന്നുണ്ട്, കോടതിയും അന്വേഷിക്കുന്നുണ്ട്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ താൻ ഒരു കക്ഷി ആയതുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഇത്തരം പ്രതികരണങ്ങൾ അദ്ദേഹം പറഞ്ഞ് മാറുകയാണ് ചെയ്തത്. തൊട്ടിപ്പുറത്ത് തോമസ് തറയിൽ പറഞ്ഞതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, FCRA വിഷയത്തിലും ഒരു വലിയ രാഷ്ട്രീയ പ്രതികരണമൊന്നും നടത്തുന്നില്ല. പ്രത്യേകിച്ച് ബിഷപ്പുമാർ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറുന്ന സ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് എന്ന് തോമസ് തറയിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.